2017 ഫെബ്രുവരി 17 രാത്രിയിലാണ് കൊച്ചി നഗരത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന കാറിൽ വെച്ച് നടി ക്രൂരപീഡനത്തിന് ഇരയായത്. വണ്ടി ഓടിച്ചിരുന്നത് ഡ്രൈവർ മാർട്ടിൻ. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി. ഇയാൾ നടിയെ ഉപദ്രവിക്കുക മാത്രമല്ല, അപകീർത്തിപരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. സംഭവം നടന്ന് ആദ്യ ദിനം തന്നെ ഡ്രൈവർ മാർട്ടിൻ പിടിയിലായി. കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് IG ദിനേശ് കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പ്രതികൾ സഞ്ചരിച്ച 2 വാഹനങ്ങളും കണ്ടെത്തി. 19-ാം തീയതി ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ് തുടങ്ങിയവർ കോയമ്പത്തൂരിൽ പോലീസിന്റെ പിടിയിലായി. അതേ ദിവസം തന്നെയാണ് കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വെച്ച് സിനിമാ പ്രവർത്തകർ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒത്തുകൂടിയത്. ചടങ്ങിൽ ദിലീപും മഞ്ജു വാര്യരും പങ്കെടുത്തു. അവിടെ വെച്ചാണ് മഞ്ജു വാര്യർ സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞത്. ഫെബ്രുവരി 20-ാം തീയതി പ്രതികളിൽ ഒരാളായ തമ്മനം സ്വദേശി മണികണ്ഠനെ പാലക്കാട് നിന്നും പിടികൂടി. 23-ാം തീയതി പോലീസിനെ വെട്ടിച്ച് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാനെത്തിയ പൾസർ സുനിയെയും വിജീഷിനെയും കോടതി മുറിയിൽ നിന്നും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. 2017 ഏപ്രിൽ 18-ന് പൾസർ സുനി എന്ന സുനിൽകുമാറിനെ ഒന്നാം പ്രതിയാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആകെ 7 പ്രതികളാണ് കുറ്റപത്രത്തിലുണ്ടായിരുന്നത്. 375 പേജുള്ള കുറ്റപത്രത്തിൽ 165 സാക്ഷികളുടെ മൊഴികൾ ഉൾപ്പെടുത്തിയിരുന്നു. പൾസർ സുനി ദിലീപിന്റെ പങ്ക് സംബന്ധിച്ച് പോലീസിന് മൊഴി നൽകിയത് കേസിൽ നിർണായകമായി. ഇതിനിടെ ജയിലിൽ നിന്ന് സുനി ഫോൺ ചെയ്തത് വാർത്തയായി. തന്റെ സുഹൃത്തായ സംവിധായകൻ നാദിർഷയെയും മാനേജർ അപ്പുണ്ണിയെയും ഫോൺ ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ദിലീപ് ഏപ്രിൽ 20-ന് DGPക്ക് കത്ത് നൽകി. ഇതോടെ കേസ് വീണ്ടും സജീവമായി. ജൂൺ 24-ന് നടിക്ക് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നു. ഒന്നാം പ്രതി പൾസർ സുനിൽ എഴുതിയെന്ന് കരുതുന്ന കത്ത് പുറത്തായി. സുനിലിൻ്റേതെന്ന് കരുതുന്ന ഫോൺ സംഭാഷണവും പുറത്തുവന്നു. കത്ത് ദിലീപിനെ ഏൽപ്പിക്കാൻ സുനി തന്നോട് ആവശ്യപ്പെട്ടിരുന്നെന്നും കത്തിലെ ഉള്ളടക്കങ്ങൾ തനിക്ക് അറിയാമായിരുന്നുവെന്നും സുനിയുടെ അമ്മയും മൊഴി നൽകി. 1.5 കോടിക്കാണ് ദിലീപ് തനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നും അതിൽ 80 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചതെന്നും സുനി പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തു. 2017 ജൂൺ 25-ന് ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയുടെ സഹതടവുകാരായ വിഷ്ണു, സനൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂൺ 28-ന് ദിലീപ്, നാദിർഷ എന്നിവരെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തി 13 മണിക്കൂർ മൊഴിയെടുത്തു. ജൂലൈ 2-ന് ദിലീപ് നായകനായി അഭിനയിച്ച അവസാന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മുഖ്യപ്രതി പൾസർ സുനി എത്തിയതിന് പോലീസിന് തെളിവ് ലഭിച്ചു. 2017 ജൂലൈ 4-ന് കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ താൻ സ്രാവുകൾക്കൊപ്പമാണ് നീന്തുന്നതെന്ന് പൾസർ സുനി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട 25 പേരുടെ മൊഴികളാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. കേസിലെ ഒന്നാം പ്രതിയായ സുനിക്ക് ദിലീപുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തുകയും ദിലീപ് കേസിലെ 8-ാം പ്രതിയാവുകയും ചെയ്തു. 2017 ജൂലൈ 10-ന് കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തു. ജൂലൈ 11-ാം തീയതി അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ ദിലീപിനെ റിമാൻഡ് ചെയ്ത് ആലുവ സബ് ജയിലിൽ അടച്ചു. ഇതേ ദിവസം താരസംഘടനയായ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ദിലീപിനെ പുറത്താക്കി. കൊച്ചി കടവന്ത്രയിലെ മമ്മൂട്ടിയുടെ വസതിയിലാണ് സിനിമാ പ്രതിനിധികളുടെ നിർണായക യോഗം നടന്നത്. മോഹൻലാൽ, പൃഥ്വിരാജ്, ഇടവേള ബാബു തുടങ്ങിയ പ്രമുഖരും യോഗത്തിൽ പങ്കെടുത്തു. സ്ഥലത്ത് പോലീസ് വൻ സുരക്ഷയൊരുക്കിയിരുന്നു. ദിലീപിനെ പുറത്താക്കണമെന്ന് യുവതാരങ്ങൾ യോഗത്തിൽ ശക്തമായ നിലപാടെടുത്തു. ഇത് ഇരയാക്കപ്പെട്ടത് ഞങ്ങളൊരു അംഗം കൂടിയാണ്. അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനും അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദാക്കുവാനുമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചത്. സംഭവിച്ചാൽ കേരളം നമ്മൾ പറഞ്ഞല്ലോ. അല്ല, അതൊരു കേസ് അന്വേഷണം നടക്കുന്ന സമയത്ത് വരെ, അല്ലെങ്കിൽ കേസിന് എന്തൊരു തീരുമാനമാകുന്നതുവരെ ഞങ്ങൾ കാത്തുനിന്നു മാത്രമേ ഉള്ളൂ. കേസിലെ പ്രധാന തെളിവ് നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണായിരുന്നു. എന്നാൽ ഇത് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ഫോണിലെ മെമ്മറി കാർഡ് സുനിൽകുമാറിന്റെ ആദ്യ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ അഡ്വക്കേറ്റ് രാജു ജോസഫിൽ നിന്ന് പിടിച്ചെടുത്തു. ജൂലൈ 20-ന് ഫോൺ അടക്കമുള്ള തെളിവ് നശിപ്പിച്ചതിന് അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയെ അറസ്റ്റ് ചെയ്തു.
കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും കൊട്ടേഷൻ കേസിലെ വിവരങ്ങൾ വ്യക്തമായി അറിയാവുന്നയാളാണ് പ്രതീഷ്. കുറ്റകൃത്യത്തിന് ശേഷം സുനിൽ തൊണ്ടി മുതലായ മൊബൈൽ ഫോൺ ഏൽപ്പിച്ചത് പ്രതീഷിനെയാണ്. നടൻ ദിലീപിന് കൈമാറാനാണ് ഫോൺ പ്രതീഷിനെ ഏൽപ്പിച്ചതെന്ന് സുനിൽ മൊഴി നൽകി. ഓഗസ്റ്റ് 15-ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ദിലീപിന്റെ അമ്മ കത്തയച്ചു. തന്റെ മകന് കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. ഇതിനിടെ സിനിമാ മേഖലയിൽ നിന്നുള്ളവരും അമ്മയും ദിലീപിനെ ജയിലിലെത്തി സന്ദർശിച്ചു. 2017 ഒക്ടോബർ 3-ന് കർശന ഉപാധികളോടെ ദിലീപിന് ജാമ്യം ലഭിച്ചു. 85 ദിവസത്തിന് ശേഷമാണ് ദിലീപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ആലുവ സബ് ജയിലിന് മുന്നിൽ വൻ ജനക്കൂട്ടമാണ് ദിലീപിനായി കാത്തുനിന്നത്. ആരാധകർ മധുരം വിതരണം ചെയ്ത് ആഹ്ലാദം പങ്കുവച്ചു. അറസ്റ്റിലായ ശേഷം ദിലീപ് നടത്തിയ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് 2017 നവംബർ 15-ന് വീണ്ടും ചോദ്യം ചെയ്തു. നവംബർ 21-ന് സ്വകാര്യ ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകാൻ ദിലീപിന് ഹൈക്കോടതിയുടെ അനുമതി നൽകി. 2017 നവംബർ 22-ന് ദിലീപിനെ 8-ാം പ്രതിയാക്കി പോലീസ് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. 2018 ജനുവരിയിൽ കേസിൽ വനിതാ ജഡ്ജി വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടി കോടതിയെ സമീപിച്ചു. അങ്ങനെയാണ് കേസിന്റെ വിചാരണ നടപടികൾക്കായി അന്നത്തെ സ്പെഷ്യൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസിനെ ഹൈക്കോടതി നിയമിച്ചത്. 2018 ഫെബ്രുവരി 25-നായിരുന്നു ഇത്. 2018 മാർച്ച് 8-ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആദ്യഘട്ട വിചാരണ ആരംഭിച്ചു. 2018 ജൂണിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. 4.5 വർഷം കൊണ്ടാണ് കേസിൽ സാക്ഷി വിസ്താരം പൂർത്തിയായത്. 2020 ജനുവരി 30-ന് കേസിലെ അന്തിമ വിചാരണ ആരംഭിച്ചു. പൾസർ സുനിയും ദിലീപും അടക്കമുള്ള പ്രതികൾ കോടതിയിലെത്തി. സാക്ഷി വിസ്താരത്തിനിടെ 28 സാക്ഷികൾ കൂറുമാറി. 2020 നവംബർ 20-ന് വനിതാ ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടുള്ള നടിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. പിന്നാലെ ആദ്യം ചുമതലപ്പെടുത്തിയ പ്രോസിക്യൂട്ടർ കേസിൽ നിന്ന് പിന്മാറി. 2021 മാർച്ച് 1-ന് വിചാരണ 6 മാസത്തേക്ക് നീട്ടി സുപ്രീം കോടതി ഉത്തരവിട്ടു. 2021 ഡിസംബർ 17-ന് സുപ്രീം കോടതിയിൽ നൽകിയ വിടുതൽ ഹർജി ദിലീപ് പിൻവലിച്ചു. 2021 ഡിസംബറിൽ കേസിലെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാറിന്റെ നിർണായക വെളിപ്പെടുത്തൽ വന്നു. ദിലീപിന്റെ വീട്ടിൽ വെച്ച് സുനിയെ കണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി. അല്ല, മറ്റു പലരുമായിട്ടും ഒരുമിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ വേറെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അല്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകൂടെ അത് ഉറപ്പുവരുത്തുന്നതിലേക്ക് വേണ്ടിയാണ്. നിങ്ങളൊക്കെ കേൾക്കാത്ത ഒരുപാട് തെളിവുകൾ നിലവിൽ തന്നെ പോലീസിൻ്റെ കയ്യിലുണ്ട്. അത് ഈ പബ്ലിക് ഡൊമൈനിൽ വരാത്ത ഒരുപാട് ഓഡിയോ ക്ലിപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തെളിവുകൾ നിലവിൽ തന്നെ പോലീസിൻ്റെ കയ്യിലുണ്ട്. 2022 ജനുവരി 3-ന് ദിലീപിനെതിരെ പോലീസ് തുടരന്വേഷണം തുടങ്ങി. ഒപ്പം ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. 2022 ജനുവരി 22-ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിലെത്തി. 2022 ജൂലൈ 18-ന് കേസിൽ 3-ാമത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് വി അജകുമാർ ചുമതലയേറ്റു. 2022 ഒക്ടോബർ 22-ന് തുടരന്വേഷണ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചു. തെളിവ് നശിപ്പിച്ചെന്ന കുറ്റത്തിന് ദിലീപിന്റെ സുഹൃത്ത് ശരത്ത് പ്രതിയായി. 2023 ഓഗസ്റ്റിലാണ് കേസിൽ വളരെ സുപ്രധാനമായ മറ്റൊരു സംഭവമുണ്ടായത്. ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനിടെ പല കാരണങ്ങളാൽ കേസ് നീണ്ടുപോയി. അതിന് സുപ്രീം കോടതിയുടെ വിമർശനം നേരിടേണ്ടി വന്നു. കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ 2023 ഓഗസ്റ്റിൽ വിചാരണ കോടതി 8 മാസം കൂടി നീട്ടിച്ചോദിച്ചു. 2024 മാർച്ച് 3-ന് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ 3 തവണ മാറിയെന്ന കാര്യം അന്വേഷിക്കണമെന്ന അതിജീവിതയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. 2024 സെപ്റ്റംബർ 17-ന് കേസിൽ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചു. കേസിന്റെ വിചാരണ നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി സുനിക്ക് ജാമ്യം നൽകിയത്. 7.5 വർഷത്തോളം നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് സുനി പുറത്തിറങ്ങിയത്. 2024 ഡിസംബർ 11-ന് കേസിൽ അന്തിമവാദം ആരംഭിച്ചു. അതിനിടെ 2025 ഏപ്രിൽ 7-ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി. 2025 ഏപ്രിൽ 9-ന് പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി. തുടർന്ന് പ്രോസിക്യൂഷന്റെ മറുപടി വാദവും പൂർത്തിയായി. AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.